വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. അപ്പൊ പറഞ്ഞു നാളെയാണ് നമ്മുടെ എക്സാം. അപ്പൊ ഉഷാറായിട്ട് എഴുതാ, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. നമ്മൾ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നാളെ നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ബന്ധം കണ്ടെത്തി മറ്റേത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് 2 പെയർസ് ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കറണ്ട് ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം കൂളോം ആണ് അല്ലെ. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. അടുത്ത ചോദ്യം, ആൻ ഇലക്ട്രിക് മോട്ടോർ ഇറ്റ് ഈസ് ലേബിൾഡ് ആസ് 1 HP. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ ഇല്ലേ, അതില് പവർ എഴുതിയിട്ടുണ്ടാവും എപ്പോഴും HP, ഹോഴ്സ് പവർ, കുതിര ശക്തിയിലാണ് എഴുതാം. സാധാരണ നമ്മൾ പഠിച്ചത് എന്താ, പവറിന്റെ യൂണിറ്റ് വാട്ട് എന്നാ അല്ലെ. പക്ഷെ ഈ മോട്ടറിൽ എന്താ എഴുതല്, HP എന്നാണ്. അപ്പൊ ഈ 1 HP എന്ന് പറഞ്ഞാല് എത്ര വാട്ടാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 1 HP എന്ന് പറഞ്ഞാല് 746 വാട്ടാണ് കേട്ടോ. 746 വാട്ടാണ്. 1 HP is equal to 746 വാട്ട്. നെക്സ്റ്റ് ചോദ്യം, എ ബോഡി ഓഫ് മാസ് 3 കിലോഗ്രാം ഇസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 4 മീറ്റർ ബൈ സെക്കൻഡ്. ഒരു വസ്തു എന്ത് ചെയ്യാണ്, 4 മീറ്റർ ബൈ സെക്കൻഡ് പ്രവേഗത്തോടു കൂടി മൂവ് ചെയ്യാണ് അല്ലെ. അതിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. മാസ് എത്രയാണ്, 3 കിലോഗ്രാം ആണ് അല്ലെ. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, മൊമെന്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കുക, മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു പ്രവേഗം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 3 × 4 അപ്പൊ എത്ര കിട്ടും, 12 എന്ന് കിട്ടും അല്ലെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റത്തിന്റെ യൂണിറ്റ് എഴുതലാണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ സിമ്പിൾ ഓഫ് ബൾബ്. നമുക്ക് 4 സിമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ബൾബിന്റെ സിമ്പിൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബൾബിന്റെ സിമ്പിൾ അല്ലെ. അറിയാലോ, ഇത് സെല്ലാണ്, ഇത് റെസിസ്റ്റർ ആണ്, ഇത് റിയോസ്റ്റാറ്റ് ആണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ സെറ്റ് ആണല്ലോ. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ആദ്യം നിങ്ങൾക്ക് ചോദിക്കുക, 1 മാർക്കിന്റെ ചോദ്യം. പിന്നെയാണ് കൂടുതൽ മാർക്കിലേക്ക് നമ്മൾ പോവാ. അപ്പൊ നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എഥനോൾ ഈസ് 789 കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. നമുക്ക് നോക്കടാ, എഥനോൾ എന്ന ദ്രാവകത്തിന്റെ സാന്ദ്രത 709 കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് ആണ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്, റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുക, അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ. എങ്ങനെയാ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക, നമുക്കറിയാം. റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. നമുക്ക് എന്തിനാ ഡെൻസിറ്റിയാ തന്നിരിക്കുന്നത്, അതിന്റെ ഡെൻസിറ്റിന് എന്ത് ചെയ്യണം, ഡെൻസിറ്റി ഓഫ് വാട്ടറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. വാട്ടറിന്റെ ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, അത് 1000 ആണ്. അത് എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ സാന്ദ്രത നമുക്ക് തന്നിട്ടുണ്ടാകും, അതിനെ വെള്ളത്തിന്റെ സാന്ദ്രത കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അത്രയുള്ള പരിപാടി. അപ്പൊ നോക്കാം, നമുക്ക് എത്ര വരും, 789 ഡിവൈഡഡ് ബൈ 1000. സെറ്റാണല്ലോ, റെഡി. ഇതെങ്ങനെ നമ്മൾ ചെയ്യുക, ഇതൊന്നും ഇങ്ങനെ അന്തം വിട്ട് അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഒന്നും വിചാരിച്ച് നിൽക്കരുതേ. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളതൊക്കെ വളരെ സിമ്പിൾ ആണ്. എത്ര 0 ഉണ്ട്, 3 0 ഉണ്ട് അല്ലെ. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ വരുന്ന രീതിയിൽ വേണം വരാൻ. സോ 789 എന്ന് വരും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല, ഇത് യൂണിറ്റ് ലെസ് ആണ്. സോ ഇനി ആരും പോയിട്ട് ഇവിടെ കിലോഗ്രാം ബൈ മീറ്റർ അങ്ങനെ ഒന്നും എഴുതി കൊടുക്കരുത്, ബിക്കോസ് അതിന് എന്തില്ല, യൂണിറ്റ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വർക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. പ്രവൃത്തി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ എർത്ത് ഇൻ ദ ഫോളോവിങ് സിറ്റുവേഷൻ. ഓക്കെ, നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അതില് വർക്ക് കണ്ടുപിടിക്കാനാണ് കേട്ടോ. നോക്കൂ, എ ബോഡി സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓഫ് മാസ് 10 കിലോഗ്രാം. ഒരു കുട്ടി അല്ലെ 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ആ കുട്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ദർ ഇസ് നോ വർക്ക്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, വർക്ക് ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് വേണം, ഫോഴ്സ് വേണം. ഈ കുട്ടി 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ. അതിനർത്ഥം ആ കുട്ടി അതിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ ആ കുട്ടി നിൽക്കുകയാണ്. കുട്ടി അനങ്ങുന്നുണ്ടോ? ഇല്ല. വസ്തു അനങ്ങുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവിടെ വർക്ക് ഇല്ല, 0 വർക്കാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നമ്മളുടെ കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ അടിപൊളി ചാപ്റ്റർ ആണ്, പക്ഷെ എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. 8 ohm 4 ohm റെസിസ്റ്റേഴ്സ് ആൻഡ് 6 volt ബാറ്ററി ആർ പ്രൊവൈഡഡ്. നിങ്ങൾക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? 8 ohm റെസിസ്റ്ററും 4 ohm റെസിസ്റ്ററും അതുപോലെ തന്നെ ഒരു 6 volt ബാറ്ററി നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ഇൻ വിച്ച് ദീസ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഈ റെസിസ്റ്ററുകളെ സീരീസിൽ കണക്ട് ചെയ്യുന്ന രീതി നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് കൊടുക്കണം. എന്റെ മോനെ, എന്താ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഒരു മാലയിൽ എങ്ങനെയാ മുത്ത് കോർത്തിടുക? ഇങ്ങനെ 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 കോർത്തിടുക അല്ലെ. അടുത്തടുത്തായിട്ടാണ് മാലയിൽ മുത്ത് കോർത്തിടുക. ഇതിന് പകരം മുത്തുകൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അതുപോലെ ഈ റെസിസ്റ്ററുകളെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, റെസിസ്റ്ററിന്റെ സിമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുക കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് ഫ്ലോ കുറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്യൂട്ടിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് കറണ്ട് ഈസി ആയിട്ട് ഒഴുകാൻ പറ്റില്ല, കറണ്ട് കുറവായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ കണക്ട് ചെയ്യണം. അപ്പൊ 8 ohm അതുപോലെ 4 ohm ഞാൻ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഞാനിങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു 6 volt ബാറ്ററിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട് അല്ലെ. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെയുള്ള സഫല പ്രതിരോധം കണ്ടുപിടിക്കും കൂടെ വേണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അത് ഭയങ്കര സിമ്പിൾ അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ സഫല പ്രതിരോധം കണ്ടെത്താൻ എല്ലാതും കൂടി ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 8 + 4 അതായത് 12 ohm എന്ന് വരും കേട്ടോ. ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. സെറ്റ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഇതിലൂടെയുള്ള കറണ്ടിനെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. എത്രയാണ്? 12 ohm ആണ്. നമുക്ക് ഇവിടെയുള്ള വോൾട്ടേജ് ഉണ്ടല്ലോ, അതുണ്ട്. ഇനി നമുക്ക് കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസ് ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അറിയാലോ. അത് എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? അത് കിട്ടുന്നത് ഓംസ് ലോയിൽ നിന്നാണ് അല്ലെ. വാട്ട് ഈസ് ഓംസ് ലോ? നമ്മൾ പഠിച്ച കാര്യമാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താണ്? വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലെ. നമ്മൾ പഠിച്ച കാര്യമാണ്. വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് അല്ലെ. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് അയ്യര് വെജിറ്റേറിയൻ ആണ്. ഇതാണ് ആ ഇക്വേഷൻ അല്ലെ. എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഐനെ മാത്രം അവിടെ നിർത്താം. ബാക്കിയുള്ള ആൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഇൻറ്റു ആറ് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആർ ആവും. സോ വി ഗോട്ട് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. സെറ്റാണല്ലോ. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ വി എത്രയാണ്? 6 ആണ്. ആർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 12 ആണ്. സോ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 0.5 വോൾട്ട് ആണ്. ഓക്കെ, സോറി 0.5 ആംപിയർ ആണ്. ആംപിയർ എന്ന് പറയുന്നതാണ് കറണ്ടിന്റെ യൂണിറ്റ്. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതന്നെ മലയാളം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി പോസസ്ഡ് ഇൻ ദ ഫോളോവിങ് സിറ്റുവേഷൻസ്. നമുക്ക് 4 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള എനർജി, മെക്കാനിക്കൽ എനർജി ഏത് തരമാണെന്ന് കണ്ടെത്താനാണ്. നമുക്കറിയാം മെക്കാനിക്കൽ എനർജി 2 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ 2 രീതിയിൽ കിട്ടും. നമ്മൾ പഠിച്ചതാണ് കോൺഫിഗറേഷൻ കൊണ്ട്, അതായത് നമ്മൾ എലാസ്റ്റിക് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ റബ്ബറൊക്കെ വലിച്ചു നീട്ടുമ്പോൾ നമ്മൾ മേത്തക്കങ്ങോട്ട് ഇട്ട് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും അല്ലെ. അതെന്താ? ആ സമയത്ത് അതിലുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. അതാണ് അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി വേറെ രീതിയിലും കൂടെ കിട്ടും. എങ്ങനെയാ കിട്ടുക? ഹൈറ്റ് കൊണ്ട്, ഉയരം കൊണ്ടും കിട്ടും കേട്ടോ. ഇനി മറ്റൊരു എനർജിയാണ് കൈനറ്റിക് എനർജി. അത് ഒരു രീതിയിലാണ് കിട്ടുക, അതായത് മോഷൻ, മൂവ് ചെയ്യുന്ന വസ്തുവിന് ഉണ്ടാകുന്നതാണ് കൈനറ്റിക് എനർജി. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. സ്ട്രിച്ച്ഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി, അതായത് സ്ഥിതികോർജം, കോൺഫിഗറേഷൻ കൊണ്ടുള്ള സ്ഥിതികോർജം. അടുത്തത് എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ. ഒരു തോക്കിൽ നിന്നും പായുന്ന വെടിയുണ്ട, ഭയങ്കരമായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട് അല്ലെ, സ്പീഡ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്നതാണ് കൈനറ്റിക് എനർജി, ഗതികോർജം. നെക്സ്റ്റ്, ഒരു നിശ്ചിത ഉയരത്തിൽ സമവേഗതയോട് കൂടെ പറക്കുന്ന പക്ഷി. ഒരു പക്ഷി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, അതേസമയം ആ പക്ഷി കുറച്ച് ഹൈറ്റിലാണ് പറക്കുന്നത് അല്ലെ. അപ്പൊ ഹൈറ്റ് കൊണ്ടിട്ടുള്ള
ഹൈറ്റ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയും അതിനുണ്ടാകും, മോഷൻ കൊണ്ടുള്ള കൈനറ്റിക് എനർജിയും അതിനുണ്ടാകും. ഈ രണ്ടും അതിനുണ്ടാകും കേട്ടോ. നെക്സ്റ്റ്, ഉയരത്തിലുള്ള ടാങ്കിൽ സംഭരിച്ചിരിക്കുന്ന ജലം. ആ ജലം ഭയങ്കര ഉയരത്തിലാണ് നിൽക്കുന്നത് അല്ലെ, വെള്ളം ഉയരത്തിലാണ്, അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുക ഉയരം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സംശയം വരും, അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ഇല്ലേ എന്നുള്ളത്. അവിടെ കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല, വെള്ളം മൂവ് ചെയ്യുന്നില്ല. സോ there is no kinetic energy, only potential energy is there. Okay, നെക്സ്റ്റ് ചോദ്യമാണ്, write down the energy change in the following devices. എനർജി ചേഞ്ച്, ഊർജ പരിവർത്തനം ഏതാണെന്ന് എഴുതാനാണ് കേട്ടോ. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? വൈദ്യുത ഫാൻ ഉണ്ട്, മൊബൈൽ ഫോണിലൂടെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, അങ്ങനെ 2 സിറ്റുവേഷൻസ് ആണ് കേട്ടോ. വൈദ്യുത ഫാനിൽ എന്താ, നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഫാൻ എന്ത് ചെയ്യും? കറങ്ങും. കറങ്ങാ മീൻസ് അത് വർക്ക് ചെയ്യാണ് അല്ലെ. വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന എനർജിയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് മെക്കാനിക്കൽ എനർജി. ഏത് മെക്കാനിക്കൽ എനർജി നമ്മൾ പഠിച്ചതാണല്ലോ. വൈദ്യുത ഫാനിൽ എന്താണ് ഉണ്ടാവുക? നമ്മള് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും അല്ലെ, വൈദ്യുതോർജം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? മെക്കാനിക്കൽ എനർജി നമുക്ക് കിട്ടും. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൊബൈൽ ഫോണിലൂടെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, മൊബൈൽ ഫോൺ നമ്മൾ കുത്തി കൊടുക്കും അല്ലെ, കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് എനർജിയാ കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റിയാ കൊടുക്കുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റാണ്? ബാറ്ററി ചാർജ് ഫിൽ ആവും അല്ലെ. ബാറ്ററിന്റെ ഉള്ളിൽ എന്താ? ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും. അപ്പൊ കെമിക്കൽ എനർജി ആയിട്ടാണ് കേട്ടോ മറന്നു പോവരുത്. കെമിക്കൽ എനർജി, അതായത് വൈദ്യുതോർജം രാസോർജമായിട്ട് മാറും. നെക്സ്റ്റ്, നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്ന സംഗീതോപകരണങ്ങൾ വാദനം ചെയ്യുന്ന പ്രധാന ഭാഗങ്ങൾ. അതായത് ഒരുപാട് സംഗീത ഉപകരണങ്ങൾ ഉണ്ട് അല്ലെ, അതിൽ നമുക്ക് ഇവിടെ ആകെ 2 എണ്ണമായി തന്നിട്ടുള്ളൂ, മൃദംഗവും ഫ്ലൂട്ടും. ഇതിൽ നിന്നും സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. മൃദംഗത്തില് നമുക്കറിയാം, നമ്മളിങ്ങനെ തല്ലി കൊടുക്കുക, ടപ്പ ടപ്പ എന്ന് പറയുന്ന തല്ലാണ് അല്ലെ. ദാറ്റ് മീൻസ് അവിടെയുള്ള തുകൽ അല്ലെങ്കിൽ ഡയഫ്രം ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറയാ ഡയഫ്രം. എന്താണ് ഡയഫ്രം കേട്ടോ? ഡയഫ്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, ജി ഉണ്ട് കേട്ടോ. മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ തുകൽ എന്ന് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഫ്ലൂട്ട്. ഫ്ലൂട്ട് എന്ന് പറയാം, ഓടക്കുഴൽ ആ പാട്ട് പാടുമ്പോൾ അങ്ങനെ ഊതി കൊടുക്കുക അല്ലെ, ആ സാധനമാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഫ്ലൂട്ടില് വായുയൂപം എന്ന് പറയും, അതായത് അതിന്റെ ഉള്ളിൽ ട്രാപ്പ് ആയിട്ടുള്ള എയർ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എയർ കോളം അല്ലെങ്കിൽ വായുയൂപം ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണേ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മളുടെ ബോയൻസി, അതായത് നമ്മുടെ ലിക്വിഡ്സിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, അതിൽ നിന്നുള്ള ചാപ്റ്റർ ആണ്. ഉറപ്പായിട്ടും അതിൽ നിന്ന് ചോദിക്കുക, ബോയൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ചിത്രം നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിക്കേ. എന്താ പ്രത്യേകത? ഇതാ, ഈ ഒരു വസ്തുവിന്റെ മാസ് ഈ വസ്തുവിന്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ന്യൂട്ടൺ ആണ്. നോക്കൂ, ഈ ഒരു വസ്തു എന്ന് പറയുമ്പോൾ ഈ ഒരു കല്ലാണ്, അതിനെ സ്പ്രിംഗ് ത്രാസിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കാണിക്കുന്നത് 30 ന്യൂട്ടൺ ആണ്. ആ 30 ന്യൂട്ടൺ കാണിക്കാനുള്ള കാരണം എന്താണ്? അത് അതിന്റെ റിയൽ വെയിറ്റ് ആണ് അല്ലെ, കല്ലിന്റെ. കാരണം നോക്കടാ, ഇത് പുറത്താണ്, എയറിലാണ് നിൽക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമുക്കറിയാം, വെള്ളം എന്ത് ചെയ്യും? അതിനെങ്ങനെ താങ്ങി നിർത്താൻ നോക്കും അല്ലെ. അതാണ് ബോയൻ ഫോഴ്സ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വെള്ളം അതിനെ താങ്ങി നിർത്താൻ നോക്കും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം പണിയെടുക്കും, ബാക്കി അതിന്റെ വെയിറ്റ് താഴേക്ക് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെയുള്ള വെയിറ്റ് നോക്കൂ, കുറഞ്ഞു, 22 ന്യൂട്ടൺ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ബോയൻ ഫോഴ്സ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബോയൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് ചെയ്താൽ മതി കേട്ടോ. അതായത് എയറിലുള്ള വെയിറ്റിനെ ലിക്വിഡിൽ ദ്രാവകത്തിൽ വെക്കുമ്പോഴുള്ള വെയിറ്റിനെ കൊണ്ട് മൈനസ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 മൈനസ് 22 എന്ന് വരും. സോ വി ഗോട്ട് 8 ന്യൂട്ടൺ എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ? ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് എത്ര? നമുക്കറിയാം, നമ്മൾ ഈ ബക്കറ്റില് ഇതില് കല്ലിന് ഇടുമ്പോ എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങും അല്ലെ, വെള്ളം അങ്ങനെ ജസ്റ്റ് അങ്ങനെ പൊങ്ങി നിൽക്കും. നമുക്ക് തന്നെ അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ വാഷ്റൂമിലൊക്കെ നമ്മൾ ബക്കറ്റിൽ ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കപ്പിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഇടുമ്പോൾ ആ ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും. ഇനിയിപ്പോൾ കുറേ വെള്ളം ബക്കറ്റിൽ ഇല്ലെങ്കിൽ, പകുതിയൊക്കെ ഉള്ളെങ്കിലും ആ ബക്കറ്റിലെ വെള്ളം ഒന്ന് കയറി നിൽക്കും. അതാണ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ബോയൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, അത് സെയിം ആയിരിക്കും കേട്ടോ, 8 ന്യൂട്ടൺ തന്നെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ ആൻഡ് ബോയൻ ഫോഴ്സ്, അത് രണ്ടും സെയിം ആയിരിക്കും. ഇത് പറയുന്ന
ലോ ആണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കുക. എല്ലാം കൂടെ പറയാൻ നമുക്ക് അല്ലെ ഒരു വീഡിയോയിലൂടെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒട്ടും ടെൻഷൻ ആവേണ്ട, അതിനു വേണ്ടി തന്നെയാണ് ഇന്ന് രാത്രി കണ്ടക്ട് ചെയ്യുന്ന മെഗാ മാരത്തോൺ ലൈവ്. 100% ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. മുഴുവൻ കാര്യങ്ങളും നമ്മുടെ എല്ലാ ചാപ്റ്ററുകളിലും നിങ്ങൾ നാളെ പഠിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ലൈവാണ് നാളെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ഇന്ന് രാത്രി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം ആലോചിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട, മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആരും മറക്കണ്ട, നന്നായിട്ട് നോക്കിക്കോ. ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഡയറക്റ്റ് നമുക്ക് മാസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ തന്നിട്ട് നമ്മളോട് പറയും അവിടെയുള്ള ഫോഴ്സ് കണ്ടെത്താൻ പറയും. പക്ഷെ ഇവിടെ അതല്ല തന്നിരിക്കുന്നത്, ഇവിടെ നേരെ തിരിച്ചാണ്. ഒന്ന് നോക്കണേ. The gravitational force of attraction between Albin and Sathika having mass 30 kg and 30 kg is 6.67 into 10⁻11 Newton. അതായത് മക്കളെ രണ്ട് കുട്ടികളുണ്ട് ഇവിടെ കേട്ടോ. രണ്ട് കുട്ടികളുണ്ട്. രണ്ടുപേരുടെയും മാസ് നമുക്ക് തന്നിട്ടുണ്ട്. 30 കിലോ ആണ് ഇയാളുടെ മാസ്, 30 കിലോ ആണ്. ഇവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് അറിയില്ല അല്ലെ, അറിയില്ല. ഓക്കെ, അതിവിടെ തന്നിട്ടില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് 6.67 into 10⁻11 എന്ന് പറയുന്ന വാല്യൂ. മനസ്സിലായല്ലോ? ഇതാണ്, ഇത്രയും ന്യൂട്ടൺ ആണ് ഇവിടെയുള്ള ഫോഴ്സ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ കണ്ടെത്തണം. എങ്ങനെ ഡിസ്റ്റൻസിനെ കണ്ടെത്തും എൻ്റെ മോനെ? അതിനല്ലേ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉള്ളത്. നമ്മുടെ കയ്യിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. F = G × m1 × m2 ഡിവൈഡഡ് ബൈ d². എല്ലാവരുടെ കയ്യിലുള്ള ഇക്വേഷൻ ആണല്ലോ. ആണ്. ഇവിടെ നമുക്ക് എല്ലാം അറിയാം. ഇതറിയാം. അറിയാത്തത് ആര് മാത്രമാണ്? ഈ ഡി എന്ന് പറയുന്ന ആളെ മാത്രമാണ് അറിയാത്തത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഡീനെ നോക്കാം അല്ലെ. d² ഇങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക്. അപ്പൊ എഫിന് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്തായിരിക്കും? d² = G × m1 × m2 ഡിവൈഡഡ് ബൈ എഫ് എന്ന് വരും അല്ലെ. ഇനി എല്ലാതും നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജിന്റെ വാല്യൂ അറിയാം, 6.67 × 10⁻11 ഇൻറ്റു m1 എത്രയാ? 30. m2 എത്രയാ? 30 തന്നെ അല്ലെ. ഡിവൈഡഡ് ബൈ എഫ് എത്രയാ? നമുക്കറിയാം 6.67 × 10⁻11. നിങ്ങൾ ശ്രദ്ധിച്ചേടാ, ഈ വാല്യൂ സെയിം ആണ് അല്ലെ. അതായത് നന്നായിട്ട് തന്ന ഓർമ്മയുണ്ടോ? F = 6.67 × 10⁻11 ന്യൂട്ടൺ അല്ലെ. രണ്ടും സെയിം. രണ്ടാൾക്കാർ സെയിം ആയില്ല, നമ്മൾ കട്ട് ചെയ്യും. അത് റൂളാണ്, മാത്സിലെ റൂളാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാക്കും. അപ്പൊ d² = എന്ത് മാത്രം വരും? 30 × 30. 30 × 30 പറഞ്ഞാൽ എത്ര വരിക? 30 × 3 × 9. അപ്പൊ 900 എന്ന് വരും അല്ലെ. 900. സോ ഡി എന്ന് പറയുന്നത് എന്താണ്? √900 എന്ന് വരും. √900 എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 30 ആണ്. സോ വി ഗോട്ട് ഡിസ്റ്റൻസ് ആസ് 30 മീറ്റർ അല്ലെ. എത്ര കിട്ടിയത്? 30 മീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടി? അവിടെയുള്ള ഡിസ്റ്റൻസിനെ കിട്ടി. അപ്പൊ ഇങ്ങനെയും നിങ്ങളോട് ചോദിക്കും. എന്നാൽ ചില കേസിൽ ഫോഴ്സ് നേരിട്ട് കണ്ടുപിടിക്കാനും ചോദിക്കും കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഒരു കാര്യം കൂടെ ഈ ഒരു കൂട്ടത്തിൽ നിങ്ങളോട് പറയാണ്. ഇപ്പോൾ നമ്മളുടെ 9th എക്സാമോട് അനുബന്ധിച്ചിട്ട് മാത്രമായിരിക്കും നമ്മളൊക്കെ പഠിക്കണം എന്നുള്ളൊരു ബോധം ചിലപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷേ പഠിക്കണമെന്ന് വിചാരിച്ചാലും ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റഡി ലീവ് കിട്ടിക്കഴിഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊന്നും ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാനൊരു ശക്തി ഇല്ലായ്മയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 10th ക്ലാസ്സിൽ ഇങ്ങനെ ലാസ്റ്റിലേക്ക് നിന്നിട്ട് ഒന്നിട്ട് മലമറിച്ച് പഠിക്കാൻ ആരും കരുതണ്ട. കാരണം അവിടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. പ്ലസ് അവിടെ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടൊക്കെ നമ്മൾ അതിന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ 10th നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് ബാച്ചിനെ ഞാൻ പറയുന്നത്? നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, ഞാൻ വെറുതെ ഇതിന് പറഞ്ഞതാണ് കേട്ടോ, നിർബന്ധമായിട്ടല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ നമ്പറിൽ അങ്ങോട്ട് വിളിക്കുക, അത് ചോദിക്കുക എന്താണ് ഇത് സംഭവം, എന്താ ബാച്ച്, ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് പറയുകയാണ്, ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് അടുത്ത വർഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ
നമ്മൾ ക്ലാസ്സുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബേസിക്സ് ഒക്കെ അറിയാത്തതൊക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു ഗ്രാഫിന്റെ ചോദ്യമാണ്. ഇതായിരിക്കും ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രശ്നം അല്ലെ, ഗ്രാഫ് എന്താ ചെയ്യുക, എന്തപ്പോ ഇത് ചെയ്യാകെ പ്രശ്നം, മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ ആണ് ഗ്രാഫ്. അപ്പൊ ഗ്രാഫിന്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കണേ, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദി ഡാറ്റ. നമുക്ക് കുറച്ച് ഡാറ്റകൾ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. ഓക്കെ മക്കളെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ടൈം എപ്പോഴും നിങ്ങൾ എക്സ് ആക്സിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ടൈം എവിടെയാണ്, എക്സ് ആക്സിസിൽ കൊടുക്കാം. ഞാനിവിടെ വരക്കാം കേട്ടോ. ടൈം എക്സ് ആക്സിസിൽ കൊടുക്കാം. വെലോസിറ്റി എവിടെ കൊടുക്കുന്നത്, ഞാൻ വൈ ആക്സിസിലാട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ഇത് അല്ലെ, ഈ കട്ടിയുള്ള ഭാഗമാണ് കേട്ടോ ഞാൻ ഇപ്പൊ വരച്ചത്. ഓക്കെ റെഡി? അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ, അത് അതേപോലെ ഞാൻ എഴുതാണ്. 0, 2, 4, 6, 8, 10. ഈ മോനെ ഞാൻ അതേപോലെ എഴുതുന്നു, എനിക്കൊരു പ്രശ്നമല്ല. 0, അടുത്തത് 2, 4, 6, 8, 10, 12 അങ്ങനെ അങ്ങനെ വാല്യൂസ് പോകുന്നു. പിന്നെന്താ ഉള്ളത്, പിന്നെന്താ വെലോസിറ്റി എത്രയാ, 10, 10, 10. അപ്പൊ 10, 10, 10 എന്ന് എഴുതാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, 5, 10, 15, 20 അങ്ങനെ അങ്ങനെ കൊടുക്കാം കേട്ടോ. 25 നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾ 2, 4, 6, 8, 10 അങ്ങനെ കൊടുത്തു ഒരു പ്രശ്നമില്ല. നമ്പേഴ്സ് അതിൽ വന്നാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അവിടെ കൊടുക്കാം. ഓക്കെ റെഡി? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വരച്ചു നോക്കിയാലോ. നോക്കണേ, ഇവിടെ നമ്മളോട് പറയുന്നത് എന്താ, ഇവിടെ എന്താ പറയുന്നത്, 0 10 വെലോസിറ്റി. ഓക്കെ, 0 ടൈമില് 10 വെലോസിറ്റി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു സ്റ്റാർട്ട് കൊടുക്കാം. ഇനി അടുത്തത് പറയുന്നത് എന്താ, 2 സെക്കൻഡില് 10 വെലോസിറ്റി. എല്ലായിടത്തും 10 തന്നെയാണ് വെലോസിറ്റി. ഇവിടെ 2 സെക്കൻഡിലും 10. അടുത്ത് പറയുന്നു 4 സെക്കൻഡിലും 10, 6 സെക്കൻഡിലും 10. എല്ലായിടത്തും 10 തന്നെയാണ് വെലോസിറ്റി സെറ്റിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ, ഈ കുത്തുകളെ നിങ്ങൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ് കേട്ടോ. ഈ കുത്തുകൾ യോജിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഗ്രാഫ് കിട്ടി. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. എന്ത് സിമ്പിളാ അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗ്രാഫ്. ഓക്കെ, നമ്മൾ 10 വരെയാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 10 വരെ നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. 10 വരെ പറഞ്ഞത് മാത്രം വരച്ചാൽ മതി. പറഞ്ഞത് വരക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയതാ, ഇതുപോലെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി അല്ലേ. ഇനി അടുത്ത ചോദ്യമാണ്, അതാണ് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുക. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ ഫ്രം 3rd സെക്കൻഡ് ടു 10th സെക്കൻഡ്. 3 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിലുള്ള കാറിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ. എടാ മക്കളെ, ഇവിടെ ടൈമും വെലോസിറ്റിയും മാത്രം, ടൈമും പ്രവേഗവും മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. വെലോസിറ്റിയും ടൈമും വെലോസിറ്റി എങ്ങനെ ഇതിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തും. ഇനിയിപ്പോ സാധാരണ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ കണ്ടെത്താം, നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തുണ്ട് നമുക്ക് ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വെലോസിറ്റി ഇൻടു ടൈം ഒക്കെ ചെയ്താൽ മതി അല്ലേ. പക്ഷെ ഒരു ഗ്രാഫിൽ നിന്നും എങ്ങനെ കണ്ടെത്തും, അതാണ് മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോ. വെലോസിറ്റി ടൈം ഗ്രാഫ്, അതായത് ഒരു പ്രവേഗ സമയ ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഗ്രാഫിൽ നിന്നും നിങ്ങളോട് പറയുന്ന സ്ഥലത്തിന്റെ ഏരിയ കണ്ടെത്തിയാൽ, അവിടെയുള്ള പരപ്പളവ് കണ്ടെത്തിയാൽ അവിടെ സംഭവിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് കണ്ടെത്താനാകും. സെറ്റാണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെയാ 3 സെക്കൻഡ് ഗൈസ്, 3 സെക്കൻഡ് ഇതാ ഇവിടെയാണ് 3 സെക്കൻഡ് വരെ അല്ലെ. നമുക്കറിയാം 2നും 4നും ഇടയിലാണ് 3. അപ്പം ഗ്രാഫിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി 10 സെക്കൻഡ് പറയുമ്പോൾ ഇതാ ഇത്രയും അല്ലെ, ഇത്രയും. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നമ്മളൊന്ന് എണ്ണി കൊടുക്കുക. ഇവിടെ എത്രയുണ്ട്, 2, 4 അല്ലെ. എല്ലാവരും 2 ഗ്യാപ്പാണല്ലോ. അപ്പൊ 2 അല്ലെ, 4, 6 എത്ര വരും, ഇത് പകുതിയാണ്. അപ്പൊ 7 അല്ലെ. അപ്പൊ ഈ ലെങ്ത് എത്രയും നമുക്ക് കിട്ടി, 7 എന്ന് കിട്ടി അല്ലെ. ഈ ലെങ്ത് എത്രയാണ്, 7 എന്ന് നമുക്ക് കിട്ടിയില്ലേ. ഇനി അത് സംശയമുള്ളവർ എന്ത് ചെയ്തോ, 10 - 3 എന്ന് ചെയ്തോ. ഇവിടെ 3 ആണല്ലോ. 10 - 3 പറഞ്ഞാൽ എവിടെയാണ്, 7 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 7 മീറ്റർ ആണ്, 7 ആണ്. ഇനി ഈ ദൂരം എത്ര, ഇതും കണ്ടെത്തണം അല്ലെ. നമുക്കറിയാം എത്രയാണ്, 5 അല്ല 10 വരും അല്ലെ. മക്കൾ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മള് ഇവിടെ നമുക്കൊരു ഇതുപോലെ വരച്ചപ്പോ ഒരു റെക്റ്റാങ്കിൾ ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ ഏരിയ എന്തിന്റെയാ കണ്ടെത്തേണ്ടത്, റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. സോ ഇത് 7 മീറ്റർ ആണ്, ആൻഡ് ഇവിടെ 10 മീറ്റർ ആണ്. സോ ദ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. 10 × 7 ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 70 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 70 മീറ്റർ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തുക. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ ഇനി ഗ്രാഫ് ആലോചിച്ചിട്ട് അയ്യോ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇമ്പൾസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇമ്പൾസ് എന്താ മലയാളം, ആവേഗം എന്ന് പറയും. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ,
ഈ പറയപ്പെടുന്ന ഇമ്പൾസ്, ആവേഗത്തിന്റെ യൂണിറ്റ് ഒന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്തേ, ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ കേട്ടോ. അപ്പൊ മക്കളെ ടെൻഷൻ ആവണ്ടെന്ന് ഒന്നുകൂടെ പറയാണ്, കാരണം ഇന്ന് രാത്രി ലൈവ് ഉണ്ട്, നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പിന്നെ എന്തിന് ടെൻഷൻ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.